ഒരു പുരാതന പ്രവചനവും നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വാ നോക്കാം. ഖുർആനിലെ ഒരു വചനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് ഒരു ജീവി വരുമെന്ന്. എന്നിട്ടോ അത് നമ്മളോട് സംസാരിക്കുമെന്ന്. മറ്റടയാളങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണിത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ പ്രവചനത്തിന്റെ ശരിക്കുള്ള അർത്ഥം? ഇതിന് പ്രധാനമായും രണ്ട് രീതിയിൽ വ്യാഖ്യാനങ്ങളുണ്ട്. ചില പണ്ഡിതർ പറയുന്നു ഇതൊരു യഥാർത്ഥ ജീവി തന്നെയായിരിക്കുമെന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇതൊരു പ്രതീകം മാത്രമാണെന്ന്. അതിലെ ആ പ്രതീകാത്മക വ്യാഖ്യാനമുണ്ടല്ലോ, അതിന് നമ്മുടെ ഇന്നത്തെ ലോകവുമായിട്ട് ഒരു ഭയങ്കര ബന്ധമുണ്ട്. അതാണ് രസം. ആ പ്രവചനത്തിൽ പറയുന്നൊരു കാര്യം, ആ ജീവി വരുന്നത് ഭൂമിയിൽ നിന്നാണെന്നാണ്. അതെങ്ങനെയാ? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ ടെക്നോളജിയുടെ എല്ലാം അടിസ്ഥാനം നമ്മൾ കുഴിച്ചെടുക്കുന്നത് എവിടെ നിന്നാ? ഭൂമിയിൽ നിന്ന്. സിലിക്കൺ, ലോഹങ്ങൾ എല്ലാം. അതായത് വെറും മണലിൽ നിന്ന് തുടങ്ങി അതിനെ സിലിക്കണാക്കി മാറ്റി പിന്നെ മൈക്രോചിപ്പുകളാക്കുന്നു. ഈ മൈക്രോചിപ്പുകളും കേബിളുകളുമൊക്കെ ചേർന്നാണ് ഇന്നത്തെ ഇന്റർനെറ്റ് എന്ന ആഗോള ശൃംഖല ഉണ്ടാകുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഭൂമിയിലെ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു ആഗോള സംവിധാനം അല്ലേ? ശരി, ഇനി പ്രവചനത്തിന്റെ അടുത്ത ഭാഗം. ഈ സിസ്റ്റം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? ഉറപ്പായും അത് സത്യവും നുണയും ഒരുപോലെ പ്രചരിപ്പിക്കുന്നു, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിന്റെ ശബ്ദം ഓരോ സെക്കൻഡിലും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത്. ഓർക്കണം. അപ്പോൾ ഭൂമിയിൽ നിന്ന് രൂപം കൊണ്ട് ലോകത്തോട് മുഴുവൻ സംസാരിക്കുന്ന ഒരു ആഗോള സംവിധാനം നമുക്കിന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു അടയാളവും വിശ്വസിക്കാത്തവർക്കു വേണ്ടിയുള്ള ആ പ്രവചനം ഒരുപക്ഷേ ഇതായിരിക്കുമോ? وَإِذَا وَقَعَ الْقَوْلُ عَلَيْهِمْ أَخْرَجْنَا لَهُمْ دَابَّةً مِّنَ الْأَرْضِ تُكَلِّمُهُمْ أَنَّ النَّاسَ كَانُوا بِآيَاتِنَا لَا يُوقِنُونَ